ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എനിക്ക് നൽകുന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. ഇന്ന് നമ്മൾ എടുക്കുന്ന വചനഭാഗം പൗലോസ്ലീഹ കൊറിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം മുതലാണ്. എങ്ങനെ എഴുതി തുടങ്ങണമെന്ന് സത്യത്തിൽ എനിക്കൊരു നിശ്ചയവുമില്ലായിരുന്നു. സുവിശേഷം പോലെയോ സങ്കീർത്തനം പോലെയോ പ്രഭാഷകൻ പോലെയോ അത്ര ലളിതമായ ശൈലിയല്ല ലേഖനത്തിന്. എന്നാൽ കേൾക്കുന്നവർക്ക് നന്നായി ഗ്രഹിക്കുന്നതിനും ബോറടിക്കാതെ എങ്ങനെ അവതരിപ്പിക്കാമെന്നും വളരെയേറെ ചിന്തിച്ച് പ്രാർത്ഥിച്ചാണ് ഈ വചനഭാഗം എടുത്തത്. നിങ്ങൾക്ക് ഈ വചനഭാഗം ലളിതമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പൂർണ്ണമായി കേട്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് വചനഭാഗം നോക്കാം. 2 കൊറിന്ത്യസ് 7-ാം അധ്യായം മുതലാണ് വചനഭാഗം. എന്നാൽ നമ്മൾ ഈ ലേഖനത്തിൻ്റെ ആമുഖഭാഗം മുതൽ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈസിയായി വചനം ഗ്രഹിക്കാൻ സാധിക്കും. കാരണം ലേഖനം എഴുതാനുള്ള സന്ദർഭവും സാഹചര്യവും നമുക്ക് ആമുഖഭാഗത്തു നിന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് വചനഭാഗത്തിൻ്റെ ആദ്യ ഭാഗം നോക്കാം. എവിടെയുള്ള പ്രമുഖ പട്ടണമാണ് കൊറിന്ത്യസ്, ഗ്രീസ്. അവിടെയുള്ള ക്രിസ്ത്യാനികൾ എങ്ങനെയുള്ളവരായിരുന്നു? താഴ്ന്ന വർഗ്ഗക്കാരും യഹൂദരിൽ നിന്നും മനസ്സ് തിരിഞ്ഞു വന്നവരും. ചോദ്യം 3. അവർ എല്ലാം ദാനങ്ങളാൽ അനുഗ്രഹീതരായിരുന്നു? പ്രവചനപരവും വിവിധ ഭാഷാപരവും. 4. എന്നാൽ കൊറിന്ത്യസുകാർക്ക് എന്തിനെക്കുറിച്ച് അറിവ് കുറവായിരുന്നു? സന്മാർഗീയ നിയമങ്ങളെക്കുറിച്ച്. 5. പൗലോസ്ലീഹ തൻ്റെ എത്രാമത്തെ പ്രേക്ഷിത യാത്രയിലാണ് കൊറിന്ത്യസ് സന്ദർശിച്ചത്? 2-ാം പ്രേക്ഷിത യാത്രയിൽ. അപ്പോസ്തല പ്രവർത്തനം 16:1 പറയുന്നുണ്ട്. 6. പൗലോസ്ലീഹ ശിഷ്യപ്പെടുത്തിയ പ്രഗല്ഭന്മാരാരെല്ലാം? പ്രിസ്കില്ല, തീത്തോസ്, ക്രിസ്പോസ്. 7. കൊറിന്ത്യസുകാരുടെ 2 ലേഖനങ്ങളും പൗലോസ്ലീഹ എഴുതിയത് എപ്പോൾ? സ്ലീഹായുടെ 3-ാം പ്രേക്ഷിത യാത്രയിൽ. 8. പൗലോസ്ലീഹ കൊറിന്ത്യസ് സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം എവിടെ വെച്ചാണ് എഴുതിയത്? മക്കെദോനിയയിലെ ഫിലിപ്പിയിൽ വെച്ച്. 9. പൗലോസ് അപ്പോസ്തലനെ കൊറിന്ത്യസുകാർക്ക് 2-ാം ലേഖനം എഴുതാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? കൊറിന്ത്യസുകാർ എഴുതി ചോദിച്ച കാര്യങ്ങൾ, അവരെപ്പറ്റി ലഭിച്ച വിവരങ്ങൾ. 10. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ത് അല്ല എന്നാണ് സ്ലീഹ എഴുതിയത്? ലൗകിക വിജ്ഞാനമെല്ലാം. 11. ഏത് കാര്യത്തിലാണ് കൊറിന്ത്യസുകാർ അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ല എന്ന് അപ്പോസ്തലൻ സ്ഥാപിക്കുന്നത്? സന്മാർഗീയ ജീവിതത്തിലും പരസ്നേഹ പ്രവൃത്തിയിലും. 12. കൊറിന്ത്യസുകാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ ഏതെല്ലാം വിഷയത്തെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്? ബ്രഹ്മചാര്യം, വിഗ്രഹങ്ങൾക്കർപ്പിച്ച ബലിവസ്തു. 13. എന്താണ് കൊറിന്ത്യസുകാരെ കൂടുതൽ അസ്വസ്ഥരാക്കിയത്? പൗലോസ്ലീഹയുടെ ആദ്യ ലേഖനം. 13. ഇതറിഞ്ഞ അപ്പോസ്തലൻ എന്തു ചെയ്തു? വളരെയേറെ ദുഃഖിക്കുകയും അവരെ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തു. 14. പൗലോസ്ലീഹയുടെ കൊറിന്ത്യസ് സന്ദർശനം ഫലമുളവാകാതെ എഫെസോസിലേക്ക് മടങ്ങി. അവിടെ എത്തിയ അദ്ദേഹം എന്തു ചെയ്തു? കണ്ണുനീരോടുകൂടി ഒരു എഴുത്തെഴുതി. 15. കൊറിന്ത്യസുകാരെ ആശ്വസിപ്പിക്കാൻ പൗലോസ്ലീഹ ആരെയാണ് അയച്ചത്? തീത്തോസിനെ. 16. പൗലോസ്ലീഹ എവിടെ ആയിരിക്കുമ്പോഴാണ് തീത്തോസ് ആശ്വാസ സന്ദേശവുമായി മടങ്ങിയെത്തിയത്? ഫിലിപ്പിയിലായിരിക്കുമ്പോൾ. തീത്തോസ് ആശ്വാസ സന്ദേശവുമായി മടങ്ങി എത്തിയപ്പോൾ സ്ലീഹ എന്താണ് ചെയ്തത്? കൊറിന്ത്യസുകാർക്കുള്ള 2-ാമത്തെ ലേഖനം എഴുതി. 18. എന്താണ് ഈ ലേഖനത്തിൻ്റെ പ്രത്യേകത? സുവിശേഷ പ്രവർത്തനവും അപ്പോസ്തലൻ്റെ വ്യക്തിപരമായ ജീവിതവും. 19. പൗലോസ് എന്താണ് ഈ ലേഖനത്തിൽ ആദ്യ ഭാഗത്ത് വ്യക്തമാക്കുന്നത്? അപ്പോസ്തല അധികാരവും അവകാശങ്ങളും. 2-ാം ലേഖനത്തിൻ്റെ 8-9 അധ്യായങ്ങളിൽ. 20. എന്താണ് പൗലോസ് ആവശ്യപ്പെടുന്നത്? ക്രൈസ്തവർ
ഔദാര്യശീലമുള്ളവരായിരിക്കണമെന്നും ജെറുസലേമിലെ ക്ഷാമം പരിഗണിച്ച് അവിടുത്തെ വിശ്വാസികൾക്കു വേണ്ടി ധനശേഖരണം നടത്തണമെന്നും. 21. എന്താണ് ഈ ലേഖനത്തിൻ്റെ അവസാനത്തേത്? അപ്പസ്തോലനെ വ്യക്തിപരമായി വിമർശിച്ചവർക്കുള്ള മറുപടി. ഇനി 2 കൊരിന്ത്യർ അധ്യായം 7 മുതലുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം. ചോദ്യം 22. ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിക്കണമെന്ന് ഏത് വാഗ്ദാനം നമുക്കുള്ളതിനാൽ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കും എന്ന് സർവശക്തനായ പിതാവ് അരുൾ ചെയ്തതുകൊണ്ട്. വാക്യം 2 കൊരിന്ത്യർ 6:18. 23. നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. പൗലോസ്ലീഹ ഏത് സഭയോടാണ് ഇങ്ങനെ പറയുന്നത്? കൊരിന്ത്യർ സഭയോട്. 24. ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് പൗലോസ്ലീഹ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ എത്രാമത്തെ ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? 2-ാമത്തെ ലേഖനത്തിൽ. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട്. ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ എങ്ങനെ ആയിരിക്കുന്നുവെന്നാണ് സ്ലീഹ പറയുന്നത്. ആനന്ദപൂരിതനാണ്. വാക്യം 7:4. 26. എവിടെ ആയിരിക്കുമ്പോഴാണ് വിശ്രമമില്ലാതിരുന്ന ക്ലേശങ്ങൾ സദാ അലട്ടിക്കൊണ്ടുമിരുന്നുവെന്ന് പൗലോസ്ലീഹ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ പറയുന്നത്? മക്കെദോനിയയിൽ ആയിരിക്കുമ്പോൾ. 7:5. 27. ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യത്താലാണ് സ്ലീഹായ്ക്ക് ആശ്വാസം നൽകിയത്? തീത്തോസിൻ്റെ. വാക്യം 7:6. 28. നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീക്ഷ്ണതയെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ച്. ആരെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് സ്ലീഹ എഴുതിയത്? തീത്തോസ് കൊരിന്ത്യർ സഭക്കാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ. വാക്യം 7:7. 29. എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്കതിൽ സങ്കടമില്ലെന്നും മറിച്ച് സന്തോഷിക്കുന്നുവെന്നും സ്ലീഹ എഴുതിയതിൻ്റെ കാരണം എന്ത്? കൊരിന്ത്യക്കാരുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. വാക്യം 7:8. 30. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ത് ജനിപ്പിക്കുന്നു എന്നാണ് സ്ലീഹ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയത്? രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. വാക്യം 7:10. 31. എന്നാൽ ലൗകികമായ ദുഃഖം എന്തിലേക്ക് നയിക്കുന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്? മരണത്തിലേക്ക് നയിക്കുന്നു. 32. നിങ്ങൾ നിർദോഷരാണെന്നും എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നുവെന്ന് സ്ലീഹ കൊരിന്ത്യക്കാരോട് പറയാൻ കാരണം അവരുടെ ഉത്സാഹം, നിഷ്കളങ്കത തെളിയിക്കുന്നതിനുള്ള താല്പര്യം, ധാർമ്മിക രോഷം, ഭയം, ആകാംക്ഷ, തീക്ഷ്ണത, നീതിവാഞ്ച. വാക്യം 7:17. 35. എന്തിനാണ് പൗലോസ്ലീഹ കൊരിന്ത്യർ സഭയ്ക്ക് അവരെ ദുഃഖിപ്പിക്കുന്ന വിധത്തിൽ കത്തെഴുതിയത്? പൗലോസ്ലീഹായോടും കൂട്ടരോടും കൊരിന്ത്യർക്കാർക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടുന്നതിന്. വാക്യം 7:12. 34. അവൻ്റെ മനസ്സിന് നിങ്ങളെല്ലാവരും ആശ്വാസമേകി, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആരുടെ കാര്യമാണ് സ്ലീഹ എഴുതിയത്? തീത്തോസിൻ്റെ. വാക്യം 7:13. 35. നിങ്ങളെ പ്രശംസിച്ച് ഞാൻ അവനോട് ചിലത് സംസാരിച്ചു എന്നതിൽ എനിക്ക് ലജ്ഞിക്കേണ്ടി വന്നില്ല. ആരുടെ കാര്യം ആരോട് പറഞ്ഞതിൽ എന്നാണ് സ്ലീഹ എഴുതിയത്? കൊരിന്ത്യർക്കാരെക്കുറിച്ച് തീത്തോസിനോട് സംസാരിച്ചതിനെക്കുറിച്ച്. വാക്യം 7:14. 36. നിങ്ങളെല്ലാവരും അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും നിങ്ങൾ അവനെ സ്വീകരിച്ചുവെന്നും ആരാണ് സ്ലീഹായോട് പറഞ്ഞത്? തീത്തോസ്. വാക്യം 7:15. 37. എനിക്ക് നിങ്ങളിൽ പരിപൂർണ വിശ്വാസമുള്ളതിൽ സന്തോഷിക്കുന്നു എന്ന് ഏത് സഭയെക്കുറിച്ചാണ് സ്ലീഹ ഇങ്ങനെ എഴുതിയത്? കൊരിന്ത്യസിലെ സഭയെക്കുറിച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.